നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അപൂർണതയിൽ സൗന്ദര്യമുണ്ടോ, അതിനെ കണ്ടെത്തി ആസ്വദിക്കാൻ നമുക്ക് ശ്രമിക്കാം. നിലവിലെ ക്ഷണത്തിൽ ജീവിക്കുകയും ഭാവി വിഷമങ്ങളോ കഴിഞ്ഞകാല പിഴവുകളോ ആലോചിക്കാതെയും ഇപ്പോഴത്തെ മുഹൂർത്തത്തിൻ്റെ പൂർണ്ണതയെ നാം കാണുക. ഒരു പൂവിൻ്റെ സൗന്ദര്യം, ഒരു കാറ്റിൻ്റെ സാന്ദ്രത, ഒരു ലളിതമായ ചിരി എല്ലാം നമുക്ക് ആസ്വദിക്കാം. അപര്യാപ്തതയുള്ള കാര്യങ്ങൾ മറന്നു പോകുക. നമ്മൾ പലപ്പോഴും കുറവുകൾ കാണാൻ കഴിവുള്ളവരാണ്. അപൂർണതയുള്ള സന്ദർഭങ്ങളിലും സൗന്ദര്യം നാം കണ്ടെത്തേണ്ടതാണ്. അത് മൗലികമായ സന്തോഷം നമുക്ക് തരുന്നു. സ്വാഭാവികതയിലും ശാന്തിയിലും സൗന്ദര്യം കാണുക. പ്രകൃതി, മനുഷ്യബന്ധങ്ങൾ, ചെറിയ നിമിഷങ്ങൾ എല്ലാം അപൂർണതയോടുകൂടിയ പൂർണ്ണതയുടെ ഒരു രൂപമാണ്. സ്വയം അംഗീകരിക്കുക. നമ്മൾ മുഴുവനല്ല എങ്കിലും നമ്മുടെ അവസ്ഥയും ശബ്ദങ്ങളും പ്രശ്നങ്ങളും ഉൾപ്പെടെ എല്ലാം നമ്മൾ ഒരു അനുഗ്രഹമായി കാണുക. അതിൽ അപൂർണതയുണ്ടെങ്കിലും അതിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക. അതിനകത്തുള്ള മനോഹരമായ പൂർണ്ണതയെ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുക. അപൂർണതയിലെ സൗന്ദര്യം ആസ്വദിക്കാൻ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എന്തെന്നാൽ സാന്ദ്രതയുള്ളൊരു കാഴ്ച, സുഖകരമായ അനുഭവം, മനസ്സിനെ ശാന്തിപ്പെടുത്തുന്ന ഒരനുഭവം. അപൂർണതയുടെ സ്വഭാവം എന്താണ്? ലോകത്തെയും ജീവിതത്തെയും മുഴുവൻ പൂർണ്ണമാക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. മനുഷ്യർ സ്വയം പൂർണ്ണരായിട്ടിരിക്കുകയുമില്ല. ആധുനിക ജീവിതത്തിൽ ഏത് മേഖലയിലും ചിലപ്പോഴെങ്കിലും എല്ലാം അപൂർണമായി തോന്നാം. സാമ്പത്തികം, ബന്ധങ്ങൾ, വ്യക്തിഗത കഴിവ്. അപൂർണതയെ ദോഷമായി കരുതുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. എനിക്ക് ഇതില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കില്ല, എനിക്ക് പൂർണ്ണതയില്ല, ഞാനൊരു പരാജയമാണ്. ഇത്തരം ചിന്തകൾ മനസ്സിന് ബുദ്ധിമുട്ട് നൽകുന്നു, സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു, നിശ്ചയമില്ലാത്ത ഇളക്കങ്ങൾ ഉണ്ടാകുന്നു. അപൂർണത സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നാം സൗന്ദര്യവും അതിൻ്റെ സന്തോഷവും കണ്ടെത്തുന്നു. പൂർണ്ണതയുടെ പ്രതീക്ഷയിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ചെറിയ സന്തോഷങ്ങൾക്കുള്ള ശ്രദ്ധയും വർദ്ധിക്കുന്നു. അപൂർണത സ്വാഭാവികമാണ്, എന്നാൽ അത് പ്രശ്നമാകുന്നത് നമ്മുടെ പ്രതികരണത്തിലൂടെയാണ്. പ്രശ്നമാകാതെ കാണാനാകും എങ്കിൽ അത് ജീവിതത്തിൻ്റെ ഒരു മനോഹരമായ ഭാഗവും ആകും. അപൂർണതയെ അംഗീകരിക്കുക. ചില കാര്യങ്ങൾ പൂർണ്ണമല്ലെന്ന് കാണുമ്പോഴും അതിൽ സൗന്ദര്യം കാണാൻ ശ്രമിക്കുക. ഇതല്ലാതെ മറ്റൊന്നുമില്ലെങ്കിലും ഇതിലെ സൗന്ദര്യം വളരെ പൂർണ്ണമാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും സ്വഭാവവും എല്ലാം പൂർണ്ണമല്ലെങ്കിലും സ്വയം അംഗീകരിക്കുക. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരും അംഗീകരിക്കും. ഭൂമിയിൽ സ്ഥിരതയുള്ള പൂർണ്ണതയില്ല, പക്ഷേ നിമിഷവും അനുഭവപരവുമായ പൂർണ്ണത അനുഭവിക്കാൻ ഉള്ളത് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.